നമസ്കാരം, ഞാൻ ഡോക്ടർ പാർവതി രാജ്, ചെന്നിലേത്ത് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കായംകുളം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രസവരക്ഷയെക്കുറിച്ചാണ്. ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒരു വഴിത്തിരിവ് തന്നെയാണ് അവരുടെ ഗർഭകാലവും പ്രസവ സമയവും മുലയൂട്ടുന്ന സമയവും. ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ശ്രദ്ധ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നോ അതിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും അവരുടെ ഭാവിയിലുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. പണ്ട് കാലങ്ങളിൽ പ്രസവരക്ഷയൊക്കെ വളരെ കൃത്യമായും ശ്രദ്ധയോടും കൂടി ചെയ്തു വന്നിരുന്നു. അപ്പോൾ പണ്ടത്തെ ഒരു സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അവർ ഓരോ പ്രസവം കഴിയുമ്പോഴും വളരെയധികം ആരോഗ്യവതിമാരായി കണ്ടുവരാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു 30 അല്ലെങ്കിൽ ഒരു 35 വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് പലതരം അസുഖങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ ആർക്കും ഒന്നിനും സമയമില്ല. അതുകൊണ്ട് തന്നെ പ്രസവരക്ഷയും പ്രസവ പരിചരണയും ഒക്കെ വളരെ പേരിന് മാത്രമാണ് ചെയ്തു വരുന്നത്. അതും കൂടുതൽ ആൾക്കാരും ഇതൊന്നും വൈദ്യനിർദ്ദേശ പ്രകാരമായിരിക്കില്ല ചെയ്യുന്ന, വളരെ അശാസ്ത്രീയപരമായിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഗുണത്തെക്കാളേറെ ഒത്തിരി ദോഷങ്ങളാണ് ഉണ്ടാവുക. ഒട്ടും ട്രെയിൻഡ് അല്ലാത്ത ഒരു സ്ത്രീ ആയിരിക്കും പ്രസവരക്ഷ ചെയ്യുന്നതെങ്കിൽ എന്തായാലും അമ്മയ്ക്ക് പലതരം കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഈ അമിതമായിട്ട് വണ്ണം, ഡയബറ്റീസ് മുതലായ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ കുഞ്ഞിനെ തന്നെ കുളിപ്പിക്കുമ്പോഴുള്ള ഓരോ മാൽ പ്രാക്ടീസസ് കാരണം പലതരം കോംപ്ലിക്കേഷൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, പ്രസവരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും അത് ശാസ്ത്രീയമായ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കീഴിൽ തന്നെയാണ് ചെയ്തു വരേണ്ടത്. അപ്പോൾ ആയുർവേദത്തിൽ പ്രസവരക്ഷയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പ്രസവം കഴിഞ്ഞിട്ടുള്ള 6 ആഴ്ചയിലാണ് പ്രസവരക്ഷ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് സൂതികാകാലം എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അമ്മയുടെ ആഹാരം, പോഷകം, എണ്ണ തേച്ചുള്ള വേദുകുളി, ഉദരവേഷ്ടനം, ഉറക്കം, വിശ്രമം, മുലയൂട്ടൽ, മാനസിക ഉല്ലാസം തുടങ്ങിയവ. അപ്പോൾ നമുക്കിതിനെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ആഹാരം എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അമ്മയുടെ ദഹനശക്തിക്ക് അനുസരിച്ചിട്ട് മാത്രമേ ആ അമ്മയ്ക്ക് ആഹാരം കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒന്ന് കഴിഞ്ഞ് അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ദഹനത്തിൽ പ്രശ്നം ഉണ്ടാവുകയും അത് കുഞ്ഞിന് വയറുവേദന അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അമ്മയുടെ ദഹനശക്തിക്ക് അനുസരിച്ചിട്ട് മാത്രമേ ആഹാരം കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് സാധാരണ സ്ത്രീകളെക്കാട്ടി 300 കലോറി അധികം ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ ആഹാരത്തിൽ പ്രോപ്പറായിട്ടുള്ള അയണും കാൽസ്യം, വൈറ്റമിൻ, മിനറൽസ് മുതലായവ എല്ലാം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആദ്യത്തെ 2 ആഴ്ചയ്ക്ക് ശേഷം മാംസാഹാരങ്ങൾ സൂപ്പ് രൂപേണ കഴിക്കാവുന്നതാണ്. അതേപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് കുറുക്കു മരുന്നുകൾ ധാരാളം കൊടുക്കാവുന്നതാണ്. ഔഷധ ചെടികളായ കരിനുച്ചി ഇല, കൊടങ്ങലിൻ്റെ ഇല, തുളസി ഇല, കീഴാർനെല്ലി ഇല, മലതാങ്ങിയുടെ ഇല ഇവയെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് ചാറാക്കിയിട്ട് ഇത്തിരി അരിപ്പൊടിയും ഇട്ട് കരിപ്പൊട്ടി, അയമോദകം, മഞ്ഞൾ, ചുക്ക് എന്നിവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കുറുക്ക് രൂപത്തിൽ കൊടുക്കാവുന്നതാണ്. ഇത് ഓരോ ദിവസവും ഓരോ ഇലയുടെ കുറുക്കാണ് കൊടുക്കേണ്ടത്. ഇത് കഴിക്കുന്നതിലൂടെ അമ്മയ്ക്ക് നടുവിനൊക്കെ പേശികൾക്കൊക്കെ നല്ല ബലവും കിട്ടും. അതേപോലെ തന്നെ അയണും കാൽസ്യവും ഒക്കെ കിട്ടാൻ സഹായിക്കും. പിന്നെ അതേപോലെ മുലപ്പാൽ കുറയുന്ന കണ്ടീഷനിൽ ശതാവരി കിഴങ്ങിൻ്റെ നീരെടുത്തിട്ട് ഇത്തിരി പാലുമായി ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ പാലിൽ പാകം ചെയ്തും കഴിക്കാവുന്നതാണ്. അതേപോലെ 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മമാർക്ക് കഷായങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് അവരുടെ ദഹനം അനുസരിച്ചിട്ടും വിശപ്പ് അനുസരിച്ചിട്ടുമാണ് ചെയ്തു വരേണ്ടത്. അതും ഓരോ ആൾക്കാർക്കും പലതരം ശരീരപ്രകൃതിയാണുള്ളത്. അപ്പോൾ ആ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും അവരുടെ പ്രസവകാലം എങ്ങനെയായിരുന്നു അതൊക്കെ നോക്കിയിട്ടാണ് ഓരോ മരുന്നും സെലക്ട് ചെയ്യേണ്ടത്. അടുത്തതാണ് എണ്ണ തേച്ച വേദുകുളി. ഇത് അമ്മയുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എണ്ണ ഏതാണെന്ന് സെലക്ട് ചെയ്യേണ്ടത്. അവരുടെ ഗർഭകാലത്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രസവം എങ്ങനെയായിരുന്നു, ഇപ്പോൾ സിസേറിയൻ, നോർമൽ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് ഏത് എണ്ണയാണ് അമ്മയ്ക്ക് ഉപയോഗിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ മൃദുവായിട്ട് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം വേദ വെള്ളത്തിൽ അവരെ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേദവെള്ളം തലേന്നേ തിളപ്പിച്ചിട്ടിട്ട് അടുത്ത ദിവസം അമ്മയെ ചെറു ചൂടോടുകൂടി ആ വെള്ളത്തിൽ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലകളൊക്കെ ഇട്ട് തിളപ്പിക്കാം, അല്ലെങ്കിൽ വേദുപൊടിയുണ്ട് അതോ അല്ലെങ്കിൽ നാൽപ്പാമരപ്പട്ട മുതലായ പലതരം ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അമ്മയെ കുളിപ്പിക്കുക എന്നാണ് വേദുകുളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ അമ്മയുടെ മാംസപേശികൾക്കൊക്കെ ദൃഢതയുണ്ടാവുകയും രോഗപ്രതിരോധ ശക്തി കൂടുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ് കിഴികളും ഇതേപോലെ അമ്മയുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് ഓരോ കിഴികളും സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഇലക്കിഴി ഉണ്ട്, ചൂർണ്ണക്കിഴി, നാരങ്ങാക്കിഴി, അങ്ങനെ പലതരം കിഴികൾ ഉപയോഗിക്കാറുണ്ട്. പിന്നത്തെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഉദരവേഷ്ടനം അല്ലെങ്കിൽ വയറിനെ താങ്ങ്. വയറിനെ യഥാസ്ഥാനത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ ഒരളവിൽ
മൃദുവായിട്ടുള്ള നീണ്ട കോട്ടൺ തുണി ഉപയോഗിച്ച് വയറ് ചുറ്റിക്കെട്ടുകയാണ് ചെയ്യുന്നത്. ഇതെപ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും ഇത് കട്ടി കൂടിയ തുണി ഉപയോഗിച്ച് ടൈറ്റ് ആക്കി കെട്ടരുത്. അങ്ങനെ കെട്ടുകയാണെങ്കിൽ പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ശാസ്ത്രീയപരമായി കെട്ടുന്നതോടുകൂടി നടുവിന് ബലം കിട്ടാനും ഉള്ളിലെ മുറിവ് ഉണങ്ങാനും പിന്നെ വയറ് കുറയാനും ഒക്കെ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അമിതമായിട്ടുള്ള വണ്ണം ഉള്ളവർക്കും കൂടുതൽ BP കൂടുതലായിട്ടുള്ളവർക്കും ഹെർണിയ ഉള്ളവരും ഇത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ശുചിത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശുചിത്വം എന്ന് പറയുന്നത്, അപ്പോൾ അമ്മ എപ്പോഴും കുഞ്ഞിനെ എടുക്കുന്നതിന് മുന്നേ കൈകളൊക്കെ വൃത്തിയായി കഴുകാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് മുന്നേ എപ്പോഴും നിപ്പിൾസ് വൃത്തിയായി കഴുകിയ ശേഷം മാത്രമേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ യോനി ഭാഗത്തൊക്കെ നാൽപ്പാമരപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ 8 മണിക്കൂർ കണ്ടിന്യൂസ് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും പല സമയങ്ങളായി ഏകദേശം ഒരു 8 to 9 hours അമ്മമാർ ഉറങ്ങിയിരിക്കണം. പിന്നെ മാനസിക ഉല്ലാസം എന്ന് പറയുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുക, അമ്മമാർക്ക് എന്തായാലും പുതിയ കുഞ്ഞ് വന്നതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ എപ്പോഴും പ്രസന്നവതിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം വിഷാദമൊക്കെയുള്ള അമ്മമാരിൽ ബ്രസ്റ്റ് മിൽക്ക് കുറയുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിനെല്ലാം ഉപരി അമ്മയുടെ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ടുള്ള മുഖലേപങ്ങളും കേശ സംരക്ഷണത്തിനായിട്ടുള്ള ഹെയർ പാക്കുകളും പിന്നെ കഷായ വെള്ളത്തിലുള്ള തല കഴുകുന്ന കാര്യങ്ങൾ, തലമുടി ധൂപനം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രസവരക്ഷാ സമയത്ത് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുള്ള പിഗ്മെൻറ്റേഷനും ഹെയർ ലോസും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്കിൻ ഗ്ലോ ചെയ്യുകയും മുടി കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രസവരക്ഷയൊക്കെ ചെയ്യുകയാണെങ്കിൽ. കൃത്യമായും ശ്രദ്ധയോടും കൂടി ചെയ്യുന്ന പ്രസവരക്ഷ കൊണ്ട് സ്ത്രീയുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള ആരോഗ്യപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.